നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ ഹോം കെയർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന്റെ 20ാം വാർഷിക ആഘോഷങ്ങൾ എടമുട്ടം ആൽഫ ഹോസ്പീസിൽ നടന്നു. പാലിയേറ്റീവ് കെയർ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ആൽഫ കാണിച്ച നിരന്തര ശ്രമങ്ങളാണ് ആൽഫയെ ഈ രംഗത്ത് വേറിട്ട് നിർത്തുന്നതെന്ന് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ചെയർമാൻ KM നൂറുദ്ദീൻ പറഞ്ഞു. പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി, ആൽഫ ഡയാലിസിസ്, ലോകത്തിനു മാതൃകയാകുന്ന നിർമ്മാണത്തിലിരിക്കുന്ന ആൽഫ ഹോസ്പീസ് എന്നിവ അതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആൽഫയുടെ 20 വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. കൂടാതെ ആൽഫ സേവനങ്ങളുടെ 20 വർഷങ്ങൾ എന്ന വിഷയം ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ അവതരിപ്പിച്ചു. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ പാലിയേറ്റീവ് പരിചരണ കേന്ദ്രങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷൻ 2030 പദ്ധതി 20 വർഷം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ അടുത്ത 10 വർഷത്തേക്കുള്ള പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കിടയിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള SAPC പദ്ധതികൾ, ജീവിതാന്ത്യ പരിചരണത്തിൽ നടപ്പിലാക്കിയതും നടപ്പിലാക്കാനിരിക്കുന്നതുമായ പദ്ധതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ അവതരണങ്ങളും ചർച്ചകളും നടന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, വിഷൻ 2030 ഡയറക്ടർ അംജിത് കുമാർ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ, PRO താഹിറ മുജീബ്, ആൽഫ ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ഡോക്ടർ ജമീല പരി, ചന്ദ്രമോഹൻ നായർ, SAPC ബോർഡ് മെമ്പർ ഡോക്ടർ സോണി പീറ്റർ, വിവിധ സെന്ററുകളുടെ ഭാരവാഹികളായ KA ഖദീജാബി, VJ തോംസൺ, അഡ്വക്കേറ്റ് KR ഭരതൻ, ഷെഫീർ കാരുമാത്ര, ശിവരാമൻ മാസ്റ്റർ, പ്രൊഫസർ വർഗീസ്, അനിൽകുമാർ കുന്നിക്കോട് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. 9 ജില്ലകളിലായി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലിങ്ക് സെന്ററുകളിലെ ഭാരവാഹികൾ, നഴ്സിംഗ് സൂപ്പർവൈസർമാർ, ഫിസിയോതെറാപ്പിസ്റ്റുമാർ, പ്രധാന പ്രവർത്തകർ, ആൽഫ തറവാട്ടിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ നയിക്കുന്നവർ, ഡോക്ടർമാർ, ഫിസിയോതെറാപ്പിസ്റ്റുമാർ തുടങ്ങിയവർ ഒത്തുചേരലിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.